അടുത്ത് പഠിക്കാനുള്ളത് മീസോൺ തിയറി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്, നമ്മുടെ എക്സ്ചേഞ്ച് തിയറിയാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു മീസോൺ തിയറി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് ഓൾ ന്യൂക്ലിയോൺസ് കൺസിസ്റ്റ് ഓഫ് ഐഡൻറ്റിക്കൽ കോർ സറൗണ്ടഡ് ബൈ എ ക്ലൗഡ് ഓഫ് വൺ ഓർ മോർ മീസോൺസ്. അതായത് മീസോൺ തിയറി പ്രകാരം പറയുന്നത് എല്ലാ ന്യൂക്ലിയോൺസും, അതായത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഐഡൻറ്റിക്കൽ കോർ, പ്രോട്ടോണും ന്യൂട്രോണിൻ്റെയും കോർ ഐഡൻറ്റിക്കലാണ്. ആൻഡ് വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ എ ക്ലൗഡ് ഓഫ് മീസോൺസ്. എന്നിട്ട് ആ ഒരു കോറിനെ സറൗണ്ട് ചെയ്ത് ഒരു മീസോൺ ക്ലൗഡുണ്ട്. ഈ മീസോൺസ് എന്ന് പറയുമ്പോൾ ന്യൂട്രൽ മീസോൺസും ഉണ്ട്, അതുപോലെ പോസിറ്റീവ്ലി ചാർജും നെഗറ്റീവ്ലി ചാർജുമായിട്ടുള്ള മീസോൺസ് ഉണ്ട്. ദെൻ ഒരു പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണും തമ്മിലുള്ള സോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇസ് ദ കോമ്പോസിഷൻ ഓഫ് ദ റെസ്പെക്റ്റീവ് മീസോൺ ക്ലൗഡ്. ആ കോറുമായിട്ട് സറൗണ്ട് ചെയ്തിരിക്കുന്ന മീസോൺ ക്ലൗഡിൻ്റെ കോമ്പോസിഷനിലുള്ള ഡിഫറൻസ് മാത്രമാണ് പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ്. ദെൻ ഈ മീസോൺസിൻ്റെ പേരാണ് പൈ മെസോൺസ് എന്ന്. അപ്പോൾ ഈ പൈ മെസോൺസാണ് ന്യൂക്ലിയോൺസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഒരു പ്രോട്ടോണും ആയാലും, അല്ലെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും, അല്ലെങ്കിൽ ന്യൂട്രോണും തമ്മിൽ ഈ ക്ലൗഡ്, ഈ കോറിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന മീസോൺ ക്ലൗഡിനെ, പൈ മെസോൺസിനെ എക്സ്ചേഞ്ച് ചെയ്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് കാരണമാണ് ന്യൂക്ലിയർ ബൈൻഡിങ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയോൺസ് തമ്മിൽ പരസ്പരം ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ കാരണം എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഒരു നമ്മുടെ ന്യൂക്ലിയോൺ എടുത്താൽ അതിലൊരു കോറുണ്ട്, അതിന് ചുറ്റും ഒരു മീസോൺ ക്ലൗഡുണ്ട്. ഈ മീസോൺ ക്ലൗഡ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവാം, നെഗറ്റീവ്ലി ചാർജ്ഡ് ആവാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആവാം. ഇനി നമ്മൾ നോക്കുകയാണ്, ഒരു ഒരു ന്യൂട്രോണും തമ്മിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? അവിടെ ന്യൂട്രൽ മെസോൺസ്, അതായത് π0 മെസോൺസാണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു ന്യൂട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന π0 മെസോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പ്രോട്ടോണും പ്രോട്ടോണിനോടൊക്കെയുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, സ്ട്രോങ് ഫോഴ്സിൻ്റെ കാരണം എന്ന് പറയുന്നതും π0 മെസോൺസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. എന്നാൽ ഒരു പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ, അല്ലെങ്കിൽ തിരിച്ച് ഒരു ന്യൂട്രോണും പ്രോട്ടോൺ, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് π+ അല്ലെങ്കിൽ π- ചാർജ്ഡ് മെസോൺസിൻ്റെ എക്സ്ചേഞ്ച് കാരണമാണ് പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷന് കാരണം. നമ്മൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യണം. ഒരു ആ ന്യൂട്രോണും പ്രോട്ടോണും തമ്മിലുള്ള അട്രാക്ഷൻ എങ്ങനെ വരുന്നു നോക്കാം. എ ന്യൂട്രോൺ എമിറ്റ്സ് π- മെസോൺസ് ആൻഡ് കൺവേർട്ട് ഇൻറ്റു എ പ്രോട്ടോൺ. ഒരു ന്യൂട്രോൺ ഒരു π- മെസോൺസിനെ എമിറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടോണായി മാറുന്നു, അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ π- മെസോണിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഒരു ന്യൂട്രോണായി മാറുന്നു. ഇനി ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് നടക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ന്യൂട്രോൺ π+ മെസോൺസിനെ എമിറ്റ് ചെയ്തുകൊണ്ടൊരു പ്രോട്ടോൺ ആവാം, അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ π+ മെസോണിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടോൺ ആകാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ന്യൂക്ലിയസിൽ നടക്കുന്നത്. ഇപ്പോൾ ഒരു ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും വെറുതെ അങ്ങനെ സ്റ്റേബിളായിട്ടിരിക്കുകയല്ല, അത് പരസ്പരം നിമിഷ നേരം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അത് പ്രോട്ടോൺ ന്യൂട്രോണായും ന്യൂട്രോൺ പ്രോട്ടോണായും ഇങ്ങനെയാണ് നിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ന്യൂക്ലിയസിനകത്ത്. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ π- മെസോൺസും π+ മെസോൺസും ഒക്കെ എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഒരു ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും അല്ലെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും, അല്ലെങ്കിൽ ന്യൂട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനേക്കാളും ആയിരക്കണക്കിന് മടങ്ങ് വലുതാണ്. അങ്ങനെയാണ് ആ ന്യൂക്ലിയസ് അവിടെ സ്റ്റേബിളായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞു, അതായത് രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ സ്പേസിൽ വയ്ക്കുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ അതിനടുത്തേക്ക് വേറൊരു ഓപ്പോസിറ്റ് ചാർജുള്ള പാർട്ടിക്കിൾ വയ്ക്കുമ്പോൾ അവ തമ്മിൽ അട്രാക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതേ ചാർജുള്ള പാർട്ടിക്കിൾ, ഇലക്ട്രോൺ, അതായത്
പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തൊരു പോസിറ്റീവ് ചാർജ് വയ്ക്കുകയാണെങ്കിൽ അത് തമ്മിൽ റിപ്പൽ ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അവിടെയും ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അവിടെ വെർച്വൽ ഫോട്ടോൺസാണ് ഇവിടുത്തെ ഫോഴ്സ് പാർട്ടിക്കിൾ. അതൊക്കെ നമ്മൾ ഇനി എലമെൻ്ററി പാർട്ടിക്കിൾസും സ്റ്റാൻഡേർഡ് മോഡലും ഒക്കെ പഠിക്കുന്ന സമയത്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള വെർച്വൽ ഫോട്ടോൺസ് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് നിലനിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് പറയാം ക്വാണ്ടം ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന വെർച്വൽ ഫോട്ടോണാണ്. വെറും ഫോട്ടോണല്ല, വെർച്വൽ ഫോട്ടോണാണ്. അതേസമയം നമുക്കിതേപോലെ തന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ കേസിലും പറയാം മീസോൺസ്, ചാർജ്ഡ് ഓർ ന്യൂട്രൽ മീസോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ദാറ്റ് ഈസ് മീസോൺസ് ആർ ദി ക്വാണ്ടം ഓഫ് ന്യൂക്ലിയർ ഫീൽഡ്. അവിടെ ആ ഒരു ഫീൽഡ്, അതിന് ചുറ്റും ഒരു ന്യൂക്ലിയോൺ വെച്ചാൽ അതിന് ചുറ്റുമുള്ള ഒരു ന്യൂക്ലിയർ ഫീൽഡിൻ്റെ കാരണം എന്താണ്? ഈ മെസോൺസാണ്. അപ്പോൾ മീസോൺസ് ആർ ദി ക്വാണ്ടം ഓഫ് ന്യൂക്ലിയർ ഫീൽഡ്. അപ്പോൾ നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇവിടെയും നമുക്ക് കൊടുക്കാം. എങ്ങനെ? del square minus m square c square divided by h/2π the whole square minus 1/c square dou square by dou t square phi is equal to 0. ഇവിടെ നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ടിനെ അങ്ങ് മാറ്റിയിട്ട് ടൈം ഇൻഡിപെൻഡൻറ്റ് പാർട്ട് മാത്രം, അല്ലെങ്കിൽ റേഡിയൽ പാർട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ del square minus mu square phi of r is equal to 0. അവിടെ മ്യൂ സ്ക്വയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മ്യൂ എന്ന് പറയുന്നത് mc/h/2π ആണ്, mc/h കട്ടാണ്. അപ്പോൾ ആ വാല്യൂ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ റേഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് phi of r is equal to -g into e raised to -mu r divided by r ആണ്. അവിടെ ജി എന്ന് പറയുന്നത് അതൊരു ക്വാണ്ടിറ്റിയാണ്. അത് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് കേസിലെ ചാർജിൻ്റെ അതേ വാല്യൂ ഉള്ള, അല്ലെങ്കിൽ അതിന് അനലോഗസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ന്യൂക്ലിയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നമ്മൾ മറ്റേ ഇലക്ട്രോമാഗ്നറ്റിസത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെ, ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ നമുക്ക് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വി ഓഫ് ആർ ഇസ് ഈക്വൽ ടു -g സ്ക്വയർ ഇൻറ്റു e റൈസ് ടു -mu r ഡിവൈഡഡ് ബൈ r എന്ന് കിട്ടും. അവിടെ ജി സ്ക്വയർ എന്ന് പറയുന്നത് കപ്ലിംഗ് കോൺസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ ജി തന്നെയാണ്. അപ്പോൾ ജി സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ അത് വെച്ചുകൊണ്ട് നമുക്ക് ന്യൂക്ലിയർ, അതായത് പയോൺ ഫീൽഡിൻ്റെ റേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പയോൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു റേഞ്ച്, അല്ലെങ്കിൽ ആ ന്യൂക്ലിയർ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ റേഞ്ച്, അത് നമ്മൾ ഈ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.4 ഫെംറ്റോമീറ്റർ, അല്ലെങ്കിൽ 1.4 × 10⁻⁵ മീറ്ററാണ് പയോൺ ഫീൽഡിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡ് വി ഓഫ് ആറിനെ നമ്മൾ പറയുന്നത് 1 പയോൺ എക്സ്ചേഞ്ച് പൊട്ടൻഷ്യൽ എന്നാണ്, OPEP എന്ന് പറയും, 1 പയോൺ എക്സ്ചേഞ്ച് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഒരു റേഞ്ച്, പയോൺ ഫീൽഡിൻ്റെ റേഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഈ പയോണിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് അൺസർട്ടനിറ്റി റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പയോണിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് റേഞ്ച് അറിയാം, ഇനി നമുക്ക് ആ ഒരു പയോൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന ടൈമും കൂടി അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് അൺസർട്ടനിറ്റി റിലേഷൻ വഴി നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു h/2π. അപ്പോൾ അത് നമുക്ക് ഡെൽറ്റ ഇ നമുക്ക് കണ്ടുപിടിക്കണം. ഡെൽറ്റ ഇ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡെൽറ്റ ടി അറിയണം. അപ്പോൾ ഡെൽറ്റ ടി ആണ് നമ്മൾ റേഞ്ച് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് 1.4 ഫെംറ്റോമീറ്റർ ആണ്. അപ്പോൾ ആ പയോണ് വെലോസിറ്റി, ലൈറ്റിൻ്റെ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പറയാം? ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ ഇക്വേഷൻ വഴി r/c നമുക്കറിയാം. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റിയാണ്. അപ്പോൾ ആ റേഞ്ച് അറിയാം, അത് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റിയും അറിയാമെങ്കിൽ ആ ഒരു ടൈം ഓഫ് എക്സ്ചേഞ്ച്, ആ ഒരു ന്യൂക്ലിയോൺസിനിടയ്ക്ക് പയോൺസ് എക്സ്ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം ഡെൽറ്റ ടി എന്ന് പറയുന്നത് r/c ആണ്. അപ്പോൾ r/c ഉപയോഗിച്ച് നമുക്ക് ഡെൽറ്റ ടി കണ്ടുപിടിക്കാം.
അങ്ങനെ ഡെൽറ്റ ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി റിലേഷൻ കൊടുക്കുമ്പം h/2π ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് ആ വാല്യൂ, അപ്പോൾ ഡെൽറ്റ ഇയുടെ വാല്യൂ നമുക്ക് ഡെൽറ്റ ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് ഡെൽറ്റ ഇ അറിയാമെങ്കിൽ എന്താണ്, ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്താണ്, mc² ആണെങ്കിൽ m0c² ആണ്. അപ്പോൾ സിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ മിനിമം വാല്യൂ ഓഫ് മീസോണിൻ്റെ എനർജി, മിനിമം വാല്യൂ ഓഫ് മാസ് ഓഫ് മീസോൺ എന്ന് പറയുന്നത് എന്താണ്, ഓർ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ h/2π × RC. ഇവിടെ R/C ആണ്. അതിൽ നിന്നും ഡെൽറ്റ ടി എന്ന് പറയുന്ന R/C ആണ്. ഡെൽറ്റ ഇ എന്ന് പറയുന്നത് h/2π × ഡെൽറ്റ ടി. ആ ഡെൽറ്റ ടിയുടെ വാല്യൂ അവിടെ കൊടുക്കുമ്പോൾ R/C. അപ്പോൾ h/2π ഡിവൈഡഡ് ബൈ R/C ആണ് m0c². അതിൽ നിന്നും m = എന്തെന്ന് കിട്ടും, h/2π ഡിവൈഡഡ് ബൈ RC. അപ്പോൾ ഈ വാല്യൂ നമുക്ക് എച്ചിൻ്റെ വാല്യൂ, ആറിൻ്റെ വാല്യൂ, സിയുടെ വാല്യൂ എല്ലാം അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മീസോണിൻ്റെ മാസ് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ഈ കണ്ടുപിടിച്ച മീസോണിൻ്റെ മാസ് നമുക്ക് ഇലക്ട്രോണിൻ്റെ മാസുമായിട്ട് കമ്പയർ, അതായത് റേഷ്യോ എടുക്കുക. മാസ് ഓഫ് മീസോൺ ഡിവൈഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ എത്ര കിട്ടും, h/2π ഡിവൈഡ് ബൈ MERC. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 275 ME ആണ്. അതായത് 275 ടൈംസ് ദി മാസ് ഓഫ് ഇലക്ട്രോൺ ആണ് എന്തെന്ന് പറയുന്നത്, മാസ് ഓഫ് മീസോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റായിട്ട് ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ പൈ മീസോൺസിൻ്റെ മാസ് അൺസർട്ടനിറ്റി റിലേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ഇതൊരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്. അതായത് മീസോൺ തിയറി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തിസിസ് ആണ്. ഇനി നമുക്കത് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കണം. അപ്പോൾ പവൽ 1947 പൈ മെസോൺസ് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ച കോസ്മിക് റേസിൽ നിന്നൊക്കെയാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ കണ്ടുപിടിച്ച ആ പാർട്ടിക്കിളിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. യഥാർത്ഥ മാസ് എന്ന് പറയുന്നത് 273 ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പം എന്താണ്, നമ്മൾ എക്സ്പെരിമെൻ്റലി കണ്ടുപിടിച്ച പൈ മെസോൺസിൻ്റെ മാസ്, എക്സാക്റ്റ് മാസും നമ്മൾ ഹൈപ്പോത്തിസിസ് വഴി തിയററ്റിക്കലി കൊണ്ടുവന്ന പാർട്ടിക്കിളിൻ്റെ മാസും ഏകദേശം ഐഡൻറ്റിക്കൽ ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ മെസോൺസിൻ്റെ ന്യൂട്രലും അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജിലുള്ള എക്സിസ്റ്റൻസും ഒക്കെ പിന്നീട് പ്രൂവ് ചെയ്തു. അങ്ങനെ ഈ ഒരു മീസോൺ തിയറി എന്ന് പറയുന്നത് കറക്റ്റാണെന്ന് പിന്നീട് മനസ്സിലായി. അപ്പോൾ ഈ ഒരു തിയറി, അതായത് യുക്കാവോ മീസോൺ ഫീൽഡ് തിയറി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നാണ് ഇതിനെ പിന്നീട് അറിയപ്പെട്ടത്. അപ്പോൾ അതാണ് മീസോൺ തിയറി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറി വളരെ കറക്റ്റാണ്. ന്യൂക്ലിയർ അല്ലെങ്കിൽ വളരെ എക്സാക്റ്റായിട്ട് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ എക്സിസ്റ്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ തിയറിക്ക് സാധിച്ചു.